എന്താ മുത്തശ്ശി ഗതയാണോ ട്യൂബിലേക്ക്? ട്യൂബ്ലൈറ്റ് ഞാൻ വിചാരിച്ചേ ഇത് കൊണ്ടുവരേണ്ട കാരണം ഇത് എന്നറിയോ? കേക്കൂ. കൂട്ടുകാർക്കും ഹായ് ആദ്യം നമ്മളെ വക. അല്ലേ ആദ്യം എന്ത് കേക്കൂ, ഞാൻ വിചാരിച്ചു രാമായണ മാസം ആയതുകൊണ്ട് നീ ഹനുമാൻ ഗത പിടിച്ച് നടക്കണ മുത്തശ്ശി ഗത പിടിച്ച് നടക്കണം. നമുക്ക് ആലത്തൂര് പോയാലോ? ആലത്തൂര് പോവാ. പിന്നെ അന്ന് നാളെ നമുക്ക് മുത്തശ്ശി വേറെ നാലമ്പലം സ്ഥലത്ത് എന്തായാലും പോയില്ലോ. പോണം. പിന്നെ തുപ്രങ്ങോട് അവിടെ നല്ല പ്രധാന നല്ല തിരക്കാണ്. ആ അന്ന് 3 അമ്പലം തൊഴുതിട്ടാണ് മുത്തശ്ശി വന്നത്. ഓ ഒന്ന് ആലത്തൂര് പോയാലോ? അവിടെ പോയിട്ട് മറ്റേ അവല് കഴിക്കാൻ. ആ അന്നും അവര് കിട്ടി. ആ അത് കുറച്ച് ദൂരണ്ടേ. ആലത്തൂരോ? ആ എന്നാ ഞായറാഴ്ച പോയാലോ? തിരൂര് ഞാൻ തലേദിവസം പോയില്ലേ തെക്കുംപാട്ട് നിന്നു. അച്ഛന് വൈകുന്നേരം അമ്പലം ഉണ്ട്. അതിനിപ്പോ വൈകുന്നേരമൊക്കെ എന്തിനാ? രാവിലെ അല്ലേ അമ്പലത്തിൽ പോവുക? അതെ രാവിലെ രാവിലെ അച്ഛന് പോയി വന്നിട്ട് പിന്നെ അപ്പോഴേക്കൊക്കെ അവിടെ അടക്കി. അവിടെ എത്തുമ്പോ ആ 1 മണിക്കൂർ തിരൂര് അവിടുന്ന് പോണ്ടേ. അത് പറ്റില്ലേ. നമുക്ക് എന്തായാലും നാലമ്പലം പോണം എന്തായാലും നാളെ വൈകുന്നേരം. അപ്പൊ പിന്നെ അധികം ദൂരം അതിന്റെ കാര്യം ഞാൻ ആ, പറയട്ടെ. എന്നാ പറയൂ ഇതെന്താ സംഭവം? എണ്ണിപ്പിണ്ടി ഇന്ന് അവിയല് വെക്കാൻ വിചാരിച്ചു. എണ്ണിപ്പിണ്ടി അവിയല് വെക്കണം വിചാരിച്ചു. അപ്പൊ ഒരുവിധം കഷ്ണങ്ങളൊക്കെ കിട്ടി. ചേനയും കിട്ടിയില്ല, മുരിങ്ങക്കായും കിട്ടിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു പ്രാവശ്യം ഞാൻ എന്തോ ഇങ്ങനെ എണ്ണിപ്പിണ്ടി ഇങ്ങനെ അവിയല് നുറുക്കില്ലേ, ആ അരി നുറുക്കിയിട്ട് ഇട്ടു. അപ്പൊ അന്ന് നല്ല ടേസ്റ്റ് തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ മുരിങ്ങക്കായ കിട്ടിയില്ലെങ്കിൽ എന്താ ഇതുകൊണ്ട് അവിയൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നാടൻ അവിയൽ പോലെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കുന്നതൊക്കെ കണ്ട് നോക്കൂ. എന്നിട്ട് മാത്രം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇത് മാത്രം അവിയൽ അധികം ഉപ്പേരി കേട്ടോ വെക്കാറ്. ചെറുതാക്കി അങ്ങനെ ഉണ്ടാക്കി അവിയൽ ഉണ്ടാക്കി എന്നാ അതുകൊണ്ടാണ് എനിക്ക് ഓർമ്മ കിട്ടിയില്ല. അപ്പൊ മുരിങ്ങക്കായ്ക്ക് പോരാണ് മുത്തശ്ശി എണ്ണിപ്പുണ്ടി നുറുക്കി നീളത്തിൽ നുറുക്കിയിടുന്നത് കേട്ടോ. ഓക്കെ, എന്നാ നമുക്ക് ട്രൈ അപ്പൊ ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട് നോക്കാം. പയറ് പിന്നെ ഒരു ഇപ്പൊ ചേന അങ്ങനെ വേവണില്ല. ചിലയിടത്ത് ചേന കിട്ടുമ്പോ ചേന നമുക്ക് കയ്യിൽ ഒലക്ക നിക്കണ പോലെ ഉണ്ട്. ചേന ഇപ്പൊ നമുക്ക് ഉണ്ടാവണ മുളച്ചു വരുന്ന സമയല്ലേ, അതുകൊണ്ടാണ് ചേന അത്ര മുമ്പേ അല്ല ഓണക്കാലമൊക്കെ നമുക്ക് റെഡി ആവുന്നാലും ചെലപ്പോ ഇപ്പൊ അതുകൊണ്ട് ഞാൻ വാങ്ങാൻ പണ്ട് കുട്ടികളാണ് പശുക്കുട്ടികളെ അപ്പൊ അത് എളുപ്പപ്പണി നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ആയതാ. അതെ, കഷ്ണം പകുതി എടുത്ത് ഇതിന്റെ ഉള്ളിലാണ് ഈ സാധനം അതൊക്കെ മുറുക്കിയിട്ട് പകുതി മുറിച്ചിട്ട് അതിന് എടുക്കുന്നത് കാണിച്ചു തരാം. അതൊക്കെ കത്തി മതിച്ച് അതെടുത്തോ. ഇപ്പൊ അധികം ഇല്ല, കുറച്ചേ കിട്ടുള്ളൂ. കിട്ടിയോ? കുറച്ച് കിട്ടി. എന്നുവെച്ചാ അങ്ങനത്ര വലിയ വാഴയല്ല അത്, ചെറുതാല്ലേ? ചെറുതാണ്. പിന്നെ അവിയല് കുറച്ചല്ലേ വേണ്ടു, എല്ലാ കഷ്ണം ഉണ്ടല്ലോ, കുറച്ച് കിട്ടിയാലും മതിയല്ലോ. ഇത് വെള്ള അവിയല മഞ്ഞ അവിയല? മഞ്ഞ. അമ്മക്ക് മഞ്ഞ ഇഷ്ടല്ലേ? പാലക്കാടാണ് വെള്ള അവിയൽ ഉണ്ടാവുക. അത്ര ഈ കത്തിയല്ലോ വലുത് അതുകൊണ്ട് ഇപ്പൊ എങ്ങനെ അമ്മ നുറുക്കുക? ഇത് ഇത്ര വരെ മഴ ഉണ്ടായിരുന്നില്ല, ഇന്ന് മഴ. കർക്കിടക മാസമാണ് അറിയിക്കാൻ വേണ്ടിട്ടാണ് മഴ പെയ്യുന്നത്. നമ്മളെല്ലാരും ആരൊക്കെ ഇന്ന് അമ്പലത്തിൽ പോയത്? എല്ലാരും പോയിണ്ടാവൂല്ലേ? അപ്പൊ ഒന്ന് കമന്റ് ചെയ്യും. നമ്മൾ വരുമ്പോ കണ്ടില്ലേ എടുത്തോർത്ത് എന്റെ മറ്റോടത്താണ് ഈ തിരുമാന്താങ്ങൂരാണെങ്കിൽ മംഗല പൂജ ഉള്ള ദിവസമാണ്. 30 വെള്ളിയാഴ്ചയാണ്, 1-ാം തീയതിയാണ്. കർക്കിടകം ഒന്നാകുമ്പോ അത്യാവശ്യം എല്ലാരും തൊഴാതെ ഒന്നും ഇരിക്കില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇഷ്ടംപോലെ വന്നു. വഴിപാട് കഴിക്കണോ തെരഞ്ഞു തിരക്കുണ്ടായില്ല ഞാൻ ചെന്നപ്പോ. ചിലവരൊക്കെ ബുക്ക് ചെയ്യും, മുമ്പേ കൂട്ടി വിളിച്ചു പറയും. അപ്പൊ തിരക്കിൽ നിക്കണ്ടല്ലോ വിചാരിച്ചിട്ടുണ്ടല്ലേ. അതെ അതെ. ഇതും അതായിട്ടുള്ള വ്യത്യാസം ഇതൊന്ന് കിട്ടിയതാണിത്. 2 കുട്ടികളെ കിട്ടി. അപ്പൊ കുട്ടികളെ നമ്മളിന്ന് ഇത് മതി. അവിയല് ധാരാളം. ഇത് കൂടെ എടുക്കുക മുത്തശ്ശി. ഉപ്പേരി വെക്കാതോണ്ടേ ആയിക്കോട്ടെ. വേണ്ട, ഇന്ന് കയ്പപ്പേരി അവിടെ വെച്ചു. അമ്മായി വെച്ചു. തികയോ?
പിന്നെ തികയാതെ അമ്മു കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മതി ഞങ്ങൾക്ക്. അതെന്താ അങ്ങനെ ഒരു വർത്താനം മുത്തശ്ശി? അമ്മുവിന് കായപ്പയ്ക്കപ്പേ നല്ല ഇഷ്ടമാണ് കിമ്പന്നെ അറിയാം. അതെ, മുമ്പന്നെ അറിയാട്ടോ. കളിയാക്കല്ലേ? അല്ല എമ്പേ എമ്പേന്ന് കേട്ടപ്പോഴേ കുഞ്ഞാവ ഒക്കെ പറയണത് ഓർമ്മ വരാ. കുഞ്ഞാടെ ചെരുപ്പ് നായ കടിച്ചായിട്ടുള്ള സങ്കടം അപ്പൊ. എന്നാ നാളെ പെരുന്നാണ്ടാവുമ്പോ ചെരുപ്പ് വാങ്ങാം. അപ്പൊ നമ്പ അല്ല നോക്കട്ടെ കേട്ടോ. അമ്മ പറഞ്ഞു അമ്മൂനെ മുത്തശ്ശിക്ക് ഒരു പേരിട്ടല്ലോ, എമ്പ. ഇതിലേക്ക് നുറുക്കിയിട്. ഇതൊക്കെ എന്നിട്ട് കഴുകണ്ടേ? അപ്പൊ ഒന്നിച്ചൊരു പാത്രത്തിൽ, ആ സ്റ്റീൽ പാത്രത്തിൽ തന്നെ നുറുക്കിക്കോളൂന്നല്ലേ? നിങ്ങട് കൊണ്ടുവന്നോളൂ, ഇവിടുന്ന് നുറുക്കണ കാണിക്കുക. നല്ല സുഖം കണ്ടിട്ട് നോക്കാൻ. അതിനെ നാര് കളയണമെന്നേ ഉള്ളൂ. നാരിങ്ങനെ ചുറ്റിച്ചെടുക്കാനാ പറയാ. മുതിരയും കൂടെ ഉപ്പേരി വെക്കും, ചെറുപയറും കൂടെ ഉപ്പേരി വെക്കും. അണ്ണിപ്പിട്ടി മുതിരി ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ അത് മാത്രമായിട്ട് ഉപ്പേരി വെക്കൂല്ലേ അമ്മേ? ഇത് എണ്ണിപ്പിണ്ടി മാത്രം. അതെന്താ അറിയോ? അരിമണി ഇനിപ്പിടി വയറ്റിക്ക് ചെന്നാൽ എങ്ങനെയായാലും നല്ലതാ. അപ്പൊ എന്താ വെച്ചാ നമ്മളെ വയറ്റിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കാര്യമായിട്ട് മുടിയുടെ കാര്യമാണ് പറയല്ലോ എല്ലാരും. വയറ്റിലെങ്ങനെ മുടിയേറ്റ പേടില്ല. അപ്പൊ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയൊക്കെ പെടുന്നു. ചിലപ്പോ അങ്ങനെയൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അത് പോവാൻ നല്ലതാണ് ഇനിപ്പിണ്ടി ചെന്നാല്. അന്ന് എന്റെ അഭിപ്രായത്തിൽ ഇത് കുറച്ചും കൂടെ എടുത്തോളൂ. കൂടുതലായ സ്വാദം ഉണ്ടാവില്ല. അങ്ങനെ ചെത്തിക്കളയണോ അത്? എല്ലാം ഉണ്ടല്ലോ. ചെത്തി കളയണം കുറച്ചൊന്നും. വേണ്ട കേട്ടോ, അപ്പൊ പിന്നെ ഒന്നും ഉണ്ടാവില്ല മുത്തശ്ശി. അതാണ് മതി. കണ്ടോ? കൊറേ ചെറുതായി ഇതാക്കിയത് ഇണ്ടിപ്പിണ്ടി. ഏയ് സ്വല്പം ഭാഗം. ഇനിയിപ്പൊ കുട്ടി ഉണ്ടാവുന്ന സമയാ തോന്നുന്നു. അന്നാ എന്നെ ഗർഭിണി വേണു കണ്ടില്ലേ ഉള്ളില്? വേറെ എണ്ണിപ്പിണ്ടി ഉള്ളിലുണ്ടെന്നു. അവിന്റെ കഷ്ണങ്ങളൊക്കെ നോക്കി കഴിഞ്ഞു. ഭംഗിയുണ്ടില്ലേ കാണാൻ നോക്കിയപ്പോ? അതെ. പച്ച, ഓറഞ്ച്, വെള്ളയിലൊക്കെ മഞ്ഞ. സ്പീഡായിക്കോട്ടെ. ഇന്നൊരു ഉഷാറില്ല, ഉറക്ക വരുന്നു. അമ്പലത്തിൽ പോയി ഉണ്ടാവും. അല്ല പിന്നെ നമ്മളെ തൃശ്ശൂർ യാത്രയില അതാ ഭയങ്കര അങ്ങനത്തെ പ്രശ്നം തോന്നില്ല. അതൊരു അതാണ് മതി കൊതിയ. എന്താ വെച്ചാ നമുക്ക് എപ്പോഴേ അന്നത്തെ ദിവസമല്ല, പിറ്റേ ദിവസമല്ല, പിന്നെയാണ് നമുക്ക് അതിന്റെ ഒരു ഇത് വരിക. പിന്നെ ഈ കാറിനല്ലേ പോവലുണ്ടായിരുന്നത്. അതെ, ട്രെയിനാണെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് 4 ബസ്സൊക്കെ കയറി അത് കഴിഞ്ഞ് പിന്നെ ബസ്സായി. ഇങ്ങോട്ട് വരുമ്പോ ട്രെയിനും ഇല്ല, ബസ് തന്നെ നേരാവണ്ണം ശരിക്കും ഡയറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. മറ്റേ ബസ് സ്റ്റാൻഡിന്ന് ഞാൻ വീഴുന്ന വിചാരിച്ച്. ഞാൻ പറഞ്ഞു അമ്മൂനോട് വീഴുമ്പോ പറയണെന്ന്. അല്ല വയ്യ തോന്നിക്കഴിഞ്ഞാൽ അവിടെ എവിടെയും ഇരുന്നാ മതി. അപ്പൊ കുറച്ചും കൂടി കളറ് ഭംഗിയിട്ടിരുന്നു. അതെ വെള്ളയാണല്ലോ അല്ലേ? എന്നാ അതിട്ടോളൂ മുത്തശ്ശി. ഇണ്ടിപ്പിണ്ടി നോക്കട്ടെ, കാണിക്കൂ. ചിലവര് കുമ്പളങ്ങി ഇടും പാലക്കാട്ടിലൊക്കെ. കുമ്പളങ്ങി വെള്ളരിക്ക ഇടണവര് എല്ലായിടും ഒരു ഇതൊക്കെ. അതാണ് അവിയലിന്റെ. അതെ, നമ്മള് മാത്രമേ ഉള്ളൂ ഇതിങ്ങനെ. നമ്മളെ അവിയലാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. ചിലവര് ബീൻസ് ഇടും. ബീൻസ് നമ്മളെന്താ ചേന, കായ, പിന്നെ മുരിങ്ങക്കായ. നല്ല ഭംഗിയുള്ള കളറായി. അതെ അതാ ഇങ്ങനെ പിടിച്ചു നിന്നത്. എന്നായിക്കോട്ടെ മുത്തശ്ശി. അത് എണ്ണ ഒഴിച്ചു കൊടുക്കാല്ലേ? മുത്തശ്ശിയുടെ പാവാടകൾ നിരനിരയായി കിടക്കുന്നു. മഴയെ കൊണ്ട് എന്താ കുപ്പിയുടെ അപ്പൊ പകുതി ഉറക്കത്തിലാണോ? ഒരു ഉഷാറ് കുറവുണ്ട്. നല്ല മഴ ഉണ്ടെങ്കിലേ, നല്ല മഴ സമയത്ത് കെട്ടിയതാ അതൊക്കെ. നല്ല മഴ ഉണ്ടെങ്കിൽ ഫാനായിട്ട് ഇട്ട് കൊടുക്കും ഞാൻ. സെറ്റും കൊണ്ട് പടിയും തോരടും. അവിയലേ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാ ഇങ്ങനെ കാലൊക്കെ കാണണം. അമ്മ അങ്ങനെ വട്ടം തിരിച്ചിട്ട് മറ്റേ പാത്രത്തിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ ഇങ്ങനെ വട്ടം തിരിച്ചാ മതി. അപ്പൊ അടി പിടിക്കില്ല. നമ്മള് ഉരുളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉരുളിയിൽ കുറച്ചാക്കിയിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കും. അപ്പൊ ഇനി കഴുകി കഴിഞ്ഞില്ലേ അമ്മ? ഇത് ശരിക്കും വേവാൻ എത്ര സമയം എടുക്കും? 5 മിനിറ്റ് ഒക്കെ തന്നെ വേണ്ടു. കേട്ടോളൂ. ഇത് വെള്ളത്തോടെ അല്ലല്ലോ അവിയല്? വെള്ളത്തോടൊക്കെ മതി. വെള്ളത്തോടൊക്കെ ടേസ്റ്റ്. അതാണ്
ഇപ്പൊ ചിലവര് പറയും ഇതെന്താ വിയല വെള്ളം. നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നല്ല നമ്മ. അയ്യോ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ പറയില്ല. കൂട്ടുകാർക്കൊക്കെ അറിയാലോ ഞാൻ അങ്ങനെ പറയോ ഇല്ലേ എന്നുള്ളത്. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. അപ്പൊ കുറച്ച് മഞ്ഞപ്പൊടി ഇടണ്ടേ. ഇടൂ. നമ്മള് ചേനക്ക് പകരം ഇണ്ണിപ്പിണ്ടി ഇട്ടുണ്ടെന്ന് അല്ലേ? ചേനയും കായയും. ആ ചേനയ്ക്ക് പകരം ഉരുളക്കിഴങ്ങ്. ആ പിന്നെ മുരിങ്ങക്കായ്ക്ക് പകരം ഇണ്ണിപ്പിണ്ടി. ഇണ്ണിപ്പിണ്ടി. നിങ്ങളെ നാട്ടിലെന്താ പറയാ? വാഴപ്പിണ്ടി. പിന്നെ വാഴപ്പിണ്ടി പറയും. ഉണ്ണിക്കാമ്പ്. അങ്ങനെയുണ്ടോ? ആ കേട്ടിട്ടുണ്ട് ഞാൻ. മതി മതി. അമ്മന്ന് മഞ്ഞ ആ വെള്ള ഇപ്പൊക്കെ പോയി മഞ്ഞയായി ഇപ്പൊ. അല്ല ചെലപ്പോ വിചാരിച്ച പോലെ കുറച്ചുകൂടി വേണ്ടി വരും. ഇന്നൊക്കെ ഗ്യാസ് എത്തിച്ചോളമേ. ഇവിടെ അയ്യോ ഇല്ല, വെള്ളം ഒഴിച്ചോളൂ. ഉപ്പ് നമുക്ക് കുറച്ച് വേവാറായി തോന്നുമ്പോ ഇട്ടാ മതി. നമ്മള് കുക്കറിലാണ് ഉപ്പിടാം. അങ്ങനെ ആകുമ്പോ വെള്ളം മതി മതി. ഞാൻ ഇളക്കി എന്തോ കളറെടുപ്പ് പോരല്ലോ. ഉണ്ടല്ലേ? ഉണ്ടോ? ഉണ്ടല്ലേ? ഇത്രേ ഉള്ളൂ. വല്ലാതെ മഞ്ഞപ്പൊടി എന്താ അറിയോ, മറ്റേ കട്ടവലാകുമ്പോ കാണാൻ ഭംഗി ഉണ്ടാവും. ഇതിങ്ങനെ കുറച്ച് ആ അത് ശരിയമ്മേ. കുറഞ്ഞാലും കുഴപ്പമൊന്നും കൂടി ഇടാം. വേണ്ട, മതി. ഇത് കത്തിക്ക. കാണാനൊരു ഭംഗി, കഴിക്കാനൊരു സ്വാദ്. എന്താ താടിക്ക് കൈ കൊടുത്തിരിക്കണേ? എന്തൊരു സൗണ്ട്? അമ്മു മുത്തശ്ശിനെ വയറ്റുന്നാണ്. മുത്തശ്ശിക്ക് വിശപ്പ് തുടങ്ങിയ വയറ് അലാറം അടിക്കും. ഞാൻ കുട്ടി ഉണ്ടാവുന്നു. ഇനി കുട്ടിയോ? ഇതാ എന്റെ കുട്ടിതാ. പിന്നെ അതിങ്ങനെ ഒച്ച ഉണ്ടാവുക? അതിങ്ങനെ ഒച്ച ഉണ്ടാവും. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ റെഡി. അത് കറക്റ്റ് ആ സമയം നേരത്തെ നീട്ട് അങ്ങനെ കുറെ പണികൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോ അധികം വരും. സദ്യ ഒക്കെ ഉണ്ടാവുന്ന ദിവസേ എപ്പോ തുടങ്ങുന്ന അറിയോ? ഞാൻ പറയാൻ നിൽക്കായിരുന്നു, കാറ്ററിംഗുള്ള സമയത്ത് എപ്പോഴും കേൾക്കാം ഈ ശബ്ദം. പ്രായായില്ലേ അപ്പൊ അങ്ങനെ. എന്തെങ്കിലും ബിസ്ക്കറ്റ് കഴിച്ചാലോ മാറും? കേട്ടോണ്ടോ കുറച്ച് കഴിഞ്ഞാൽ നിക്കും. അപ്പൊ എന്തെങ്കിലും കഴിച്ചു. അപ്പൊ നമ്മളെ അവിയലൊക്കെ ഇങ്ങനെ തിളച്ചും കൊണ്ടിരിക്കുന്നു. നല്ലൊന്ന് ഇളക്കി കൊടുക്കട്ടെ. കുറച്ചും കൂടെ ആയിട്ട് മതി ഉപ്പിടുക. അപ്പൊ ഇനി കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചും കൂടി കഴിഞ്ഞാൽ വെന്തു. ഉപ്പൊക്കെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കാം. പയറിന്റെ നമുക്ക് ഇതൊക്കെ വെന്തു കേട്ടോ. ഇനി പുളിയിലൊന്ന് വേവും കൂടിയും വേണം. അപ്പൊ ഇനി അടുത്തത് പുളി കഴിക്കായിട്ടോ. ഇതൊക്കെ കുറച്ച് ഇതൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി പുളി കഴിച്ചിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാല് റെഡിയായി. പുളി വെള്ളത്തിലിട്ടതാണ്. തൈര് വേണ്ട, തൈര് ഇല്ലാതെ മതി. തൈര് മറ്റേ കട്ടക്കാണല്ലേ? കട്ടവിയലിന് അല്ല ഇതിന് ഒഴിക്കാറുണ്ടല്ലേ? ഞാനിങ്ങനെ മാത്രം. തൈര് ഒഴിക്കുന്നവരും ഉണ്ട്. വേട്ടാളനോ? അമ്മയോട് ഇരുന്നോളൂ. അമ്മായി കൂട്ടാനും കൊണ്ട് വന്നതാണ്. മുരിങ്ങക്കായും പരിപ്പും. അതൊന്നും പാരോ വരും. നമ്മൾ രണ്ടാളും ഒരുമിച്ച് അവിയലുമായി മുരിങ്ങക്കായും പരിപ്പുമായി. അതെ. അപ്പൊ പുളിയുള്ള കൂട്ടാനായി, പുളി ഇല്ലാത്തതുമായി. ഏറ്റവും ഇഷ്ടം പുളി ഇല്ലാത്തതാ. നമുക്ക് കറിവേപ്പിലിടാം. എന്നിട്ട് നമുക്ക് അരച്ചതും കൂടെ ചേർക്കാം കേട്ടോ. അപ്പൊ ഇനി അരച്ചതും കൂടെ അതിൽ ചേർക്കണ്ട കേട്ടോ. ഏയ് നമ്മൾ അവിയല് റെഡിയായി. ഗ്യാസ് ഓഫ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാ അവിയൽ റെഡി. ഇനി ഇരുന്ന് കഴിയുമ്പോ ഒന്നും കൂടെ ഒന്ന് ഉഷാറാവും. കൊഴുപ്പ് പോരാ. എനിക്ക് ആ ചേനല്ലാത്തോണ്ടാവും. നാളികേരം ചേർത്തപ്പോ രസമുണ്ട് കാണാൻ. ഉണ്ട്. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാട്ടോ. അവിയലിനെടുത്തു. അണ്ടിപ്പിണ്ടിന്റെ ഇപ്പൊ ഇതില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ. നമ്മളെ അവിയല് റെഡിയായി. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ബൈ ബൈ.